അടിപൊളി ഹെയർ സ്ട്രൈറ്റ്നർ ആട്ടോ ഇത്. എന്തായാലും ഈ പൈസക്ക് ഇത് വേർത്താണ്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇറ്റ്സ് മീ അഞ്ജു. വെൽക്കം ടു എലിസ് ഗ്ലോ. ഈ വീഡിയോയിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെയർ സ്ട്രൈറ്റ്നറിനെ പറ്റിയുള്ള ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നാൽ നമുക്കിനി വൈകിക്കേണ്ട നേരെ ടോപ്പിക്കിലോട്ട് വരാം. ഈ ഹെയർ സ്ട്രൈറ്റ്നർ ഞാനിപ്പം 2 years ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം 2 years ആയിട്ട് എൻ്റെ അടുത്തുണ്ട്. അപ്പം നല്ല ഹെയർ സ്ട്രൈറ്റ്നർ ആട്ടോ. ഇതെന്റെ ഫസ്റ്റിലത്തെ സ്ട്രൈറ്റ്നർ ആട്ടോ. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ സ്ട്രൈറ്റ്നർ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇതിന്റെ വാങ്ങുമ്പോൾ പക്ഷെ എനിക്ക് നല്ല ഒരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം കുറെ റിവ്യൂസ് ഒക്കെ നോക്കി, ഇതിലൂടെ യൂട്യൂബിൽ തന്നെ കുറെ റിവ്യൂസ് ഒക്കെ നോക്കി. അപ്പം കുറെ പേര് ഒരു സ്ട്രൈറ്റ്നറെ പറ്റി നല്ല റിവ്യൂ ഒക്കെ പറയുന്നു. അങ്ങനെ പിന്നെ നോക്കി അങ്ങനെ ഞാൻ വാങ്ങിയതാട്ടോ. എനിക്ക് ആദ്യം വാങ്ങിയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, ദൈവമേ പറ്റിക്കപ്പെടുവോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ വാങ്ങിയപ്പം സംഭവം ആ പൈസക്ക് വേർത്താണ്. ഇതാട്ടോ നമ്മുടെ സ്ട്രൈറ്റ്നർ. ഇതാ ഫിലിപ്സിന്റെ ആണ്. ഫിലിപ്സിന്റെ അഡ്വാൻസ്ഡ് കെരാറ്റിൻ സെറാമിക് സ്ട്രൈറ്റ്നർ വിത്ത് ഐക്കോണിക് കെയർ ആണിത്. ഇതിന്റെ കവർ പോലും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഇത് എടുത്ത് കാണിക്കാം കേട്ടോ. എന്താ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഒരു പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് കളർ, നല്ലൊരു കളർ കേട്ടോ. ഇതിന്റെ വേറെ കളർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ റിവ്യൂസ് നോക്കിയപ്പോഴും ഈ കളർ തന്നെയാണ് ഓരോരുത്തരും എല്ലാം യൂസ് ചെയ്യുന്നത്. ഇതിന്റെ വയറൊക്കെ ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി വയറൊക്കെയാണ്, കണ്ടോ, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിന്റെ ഇവിടെ ആണെങ്കിലും നല്ല ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമുക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുമ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെട്ടെന്ന് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇത് അങ്ങനെ കണ്ടോ, ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഓപ്പൺ വരുന്നത്, ഹെയർ സ്ട്രെയിറ്റ്നർ ഓപ്പൺ ആക്കുന്നത് ഇത് കണ്ടോ, ഇങ്ങനെ മുകളിലോട്ട് ആക്കുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വന്നു. പിന്നെ ഇതിന്റെ ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും ഇവിടെയാണ്. പിന്നെ ഇതിന്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെയുണ്ട്. ഇത് 160 തൊട്ട് ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 230 ഡിഗ്രി സെൽഷ്യസ് വരെ കേട്ടോ. ഞാൻ ഈ സ്ട്രൈറ്റ്നർ ആമസോണിൽ നിന്നാട്ടോ വാങ്ങിയത്. ഇതിന് വാങ്ങുമ്പം എനിക്ക് 3000 സംതിങ്ങിന്, 3100 ആ സംതിങ്ങിന്, ആ റേറ്റിനായിരുന്നു എനിക്ക് കിട്ടിയത്. പക്ഷെ ആ പൈസക്ക് ഉണ്ട് കേട്ടോ, അതിന് വേർത്താണിത്. പിന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തെർമോ പ്രൊട്ടക്ട് ടെക്നോളജി ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെയർ നല്ല പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. പിന്നെ കെരാറ്റിൻ സെറാമിക് പ്ലേറ്റ്സ്, അത് നമ്മുടെ ഹെയർ ഷൈനി ഹെയർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഐക്കോണിക് കെയർ ഫോർ ഷൈനി ഫ്രിസി ഫ്രീ ഹെയർ, അങ്ങനെ നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് കേട്ടോ. പിന്നെ ഈ സ്ട്രൈറ്റ്നറിന് ഫാസ്റ്റ് ഹീറ്റപ്പ് ടൈം ആട്ടോ. അതായത് 30 സെക്കൻഡ് മതി ഇത് ഹീറ്റ് ആകാൻ വേണ്ടി. അപ്പം 30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നല്ല ഹീറ്റ് ആവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതുകൊണ്ടുണ്ടല്ലോ നമുക്ക് സ്ട്രൈറ്റ് ചെയ്യാനും പറ്റും, കേളി ചെയ്യാനും പറ്റും കേട്ടോ. ഞാൻ പിന്നെ കേളി നോക്കിയിട്ടില്ല, എനിക്ക് അതിനോട് ഇഷ്ടമല്ല അങ്ങനെ അത്ര. എൻ്റെ ഒരു കേളി ഹെയർ ആണ്, അപ്പം ഞാൻ അങ്ങനെ കേളി ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ഹെയർ ഒക്കെ ആണെങ്കിൽ കേളി ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഈ സ്ട്രൈറ്റ്നർ. എനിക്ക് എന്തായാലും ഈ സ്ട്രൈറ്റ്നർ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് പെട്ടെന്ന് നമുക്ക് സ്ട്രൈറ്റ് ചെയ്ത് കഴിയും. എന്റെ പിന്നെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് എനിക്ക് വേഗം തന്നെ കഴിയും. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചേച്ചീന്റെ സ്ട്രൈറ്റ്നർ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തത്. അതാണെങ്കിൽ ഇടയ്ക്കൊക്കെ സ്ട്രൈറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ അതിലാണെങ്കിൽ കുറേ പ്രാവശ്യം നമ്മൾ സ്ട്രൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ ഹെയറിന് ഡാമേജ് ആണ്. എപ്പോഴും ഇങ്ങനെ ഹീറ്റ് ഹെയറിന് കൊടുത്തോണ്ടിരിക്കുന്നത് ഡാമേജ് ആക്കും നമ്മുടെ ഹെയർ. അപ്പം ഇതാണെങ്കിൽ ഒരു 2 times മതി നമ്മുടെ ഹെയർ പെട്ടെന്ന് സെറ്റ് ആകാൻ വേണ്ടി. 2 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഹെയർ കിട്ടും കേട്ടോ. അതും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് സമയം മതി, പിന്നെ പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതായത് നമ്മളിപ്പം സ്ട്രെയിറ്റ് ചെയ്താൽ, ഇപ്പൊ രാവിലെ സ്ട്രെയിറ്റ് ചെയ്തെന്ന് വെച്ചോ, വൈകുന്നേരം ആയാലും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും. നമ്മൾ രാവിലെ ചെയ്ത് അത്രയും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഹെയർ നിൽക്കും. ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് അന്ന് ഹെയർ വാഷ് ചെയ്തില്ലെങ്കിലും പിറ്റേ ദിവസം അത്യാവശ്യം നിൽക്കും. എനിക്ക് അങ്ങനെ നിന്നിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാനിപ്പം ഇന്ന് സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് നൈറ്റ് ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം വാഷ് ചെയ്യുന്നെങ്കിൽ അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. നല്ല ഹെയർ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. പിന്നീട് നല്ല സിൽക്കി ആയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ എന്ത് ഒരു സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യുവാണെങ്കിലും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. മാർക്കറ്റിൽ പലതരത്തിലുള്ള സ്ട്രൈറ്റ്നർ കിട്ടും, അതായത് പല റേറ്റിന്റെ. ഞാൻ ആമസോണിൽ നിന്നൊക്കെ നോക്കിയപ്പം 200 തൊട്ട് 300 ആ റേഞ്ച് മുതൽ നമുക്ക് സ്ട്രൈറ്റ്നേഴ്സ് അവൈലബിൾ ആണ്.
പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാങ്ങുമ്പം കുറച്ച് നല്ലത് വാങ്ങുക. കാരണം നമ്മുടെ മുടിക്ക് അധികം നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന നല്ല സ്ട്രൈറ്റ്നർ വാങ്ങാൻ നോക്കുക. അതായത് നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും വാങ്ങണമെന്നില്ല. ഞാനൊക്കെ ഇനി ഇത് കാരണം ഇതിനി പോകുന്നിടം വരെ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യും. അതായത് നമ്മൾ വല്ലപ്പോഴും അല്ലേ വാങ്ങുള്ളൂ ഈ സ്ട്രൈറ്റ്നർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രൈറ്റ്നർ വാങ്ങുക. ഇതിപ്പോ എനിക്ക് വാങ്ങിയ 3000 സംതിങ്ങിന് ആ റേറ്റിന് എനിക്കിത് വേർത്ത് ആണ് ഈ സ്ട്രൈറ്റ്നർ. നമ്മൾ അഥവാ ഇപ്പൊ റേറ്റ് കുറഞ്ഞ സ്ട്രൈറ്റ്നർ ആണ് വാങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ അത് കുറേ പ്രാവശ്യം നമ്മുടെ ഹെയർ ഒക്കെ സ്ട്രൈറ്റ് ചെയ്യേണ്ടി വരും. ഒരു 4 ടൈംസ് അല്ലെങ്കിൽ 5 ടൈംസ് ഒക്കെ ചിലപ്പോൾ ഹെയർ സ്ട്രൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ ഹെയർ അത്രയ്ക്കും ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ഡാമേജും ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ലൊരു ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ യൂസ് ചെയ്യാന്ന്. ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ഈ ബി ബ്ലെൻഡിന്റെ കേട്ടോ, ബി ബ്ലെൻഡിന്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റ് ആട്ടോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ ആണ്, മിസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്മെല്ലാട്ടോ. ഒരു കുത്തി കയറുന്ന ഒരു സ്മെല്ലാണ്. അതൊഴിച്ച് സംഭവം ഇത് നല്ലതാണ്. പിന്നെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എത്ര സ്ട്രൈറ്റ് ചെയ്തിട്ടും ഹെയർ നന്നായിട്ട് സ്ട്രൈറ്റൻ ആവുന്നില്ല. അതിപ്പം ചിലപ്പം എനിക്കൊന്ന് ഞാനൊക്കെ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുമ്പം തലേന്ന് ഇപ്പം സപ്പോസ് ഇന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ തലേന്ന് നമ്മൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യാം. ഷാമ്പു പിന്നെ കണ്ടീഷണർ മസ്റ്റായിട്ട് ഇടുക. ഒട്ടും എണ്ണ ഓയിലൊന്നും തലയിൽ പാടില്ല കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഹെയർ ഇതും കൂടെ സെറം കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഹെയർ സെറം കൂടെ അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ ഈ സ്ട്രൈറ്റനിൽ എങ്ങനെയാ ഹെയർ ഒക്കെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് ഭാഗം ഇപ്പൊ ഞാൻ എന്റെ ഹെയർ നന്നായിട്ട് ഷാമ്പു ആൻഡ് കണ്ടീഷണർ ഒക്കെ ഇട്ട് നന്നായിട്ട് എന്റെ ഓയിലൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹെയറിലെ ഓയിലൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പം സെറ്റാക്കി വെച്ചേക്കുവാ ഞാൻ. നമുക്ക് സ്ട്രൈറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം കുറച്ച് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ടെക്സ്ചറിലാട്ടോ ഹെയർ എടുക്കുന്നത്. കുറച്ച് ഭാഗത്ത് ചെയ്യാം കേട്ടോ. ഈ ഫ്രണ്ട് പോർഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യമേ ഈ ഹീറ്റ് പ്രൊട്ടക്ടിങ് മിസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഈ മിസ്റ്റ് ഓക്കെയാണ്, പക്ഷെ എനിക്ക് ഇതിന്റെ സ്മെല്ല് അങ്ങോട്ട് പിടിക്കുന്നേ ഇല്ല കേട്ടോ. ഭയങ്കര ഒരു സ്മെൽ, ഒരു കുത്തിക്കേറുന്ന ഒരു സ്മെല്ല് ഇതിന്റെ. കുറച്ചൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഹെയർ ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവട്ടെ. ഇനി ഓണാക്കാവേ. ഓണായിട്ടുണ്ട്. പിന്നെ നമുക്കിത് 160 ഡിഗ്രി സെൽഷ്യസിലാണ് കിടക്കുന്നത്. കൂട്ടിയിട്ട് ഇപ്പം 210 ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി ഒരു 30 സെക്കൻഡ്സ് കഴിയട്ടെ ഒന്ന് ഹീറ്റ് ആയിട്ട് വരാൻ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ഞാനിപ്പോൾ സ്ട്രേറ്റ് ചെയ്യുവാണ്. കണ്ടോ ഈ സ്ട്രൈറ്റ് ആയ ഈ പോർഷനും സ്ട്രൈറ്റ് ആക്കാത്ത ഈ പോർഷനും കണ്ടോ നന്നായിട്ട് നിൽക്കും കേട്ടോ. നല്ല സിൽക്കി ഹെയർ ആയിട്ടുണ്ട് ഇപ്പം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഹെയർ ഒക്കെ സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിന്റെ നോക്കി സൈഡ് നോക്കിക്കേ. കണ്ടോ ഈ ഭാഗത്ത് കണ്ടോ ചെളി പിടിച്ച് ഇങ്ങനെ ഒരു പൊടി പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. അപ്പൊ നമ്മളിപ്പോ ഹെയർ ഒക്കെ സ്ട്രൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നന്നായിട്ടൊന്ന് ഹീറ്റൊക്കെ പോയി കഴിഞ്ഞ് നല്ല ഒരു കോട്ടന്റെ തുണി കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് നന്നായിട്ടൊന്ന് തുടയ്ക്കണം കേട്ടോ. സപ്പോസ് നിങ്ങളിത് ക്ലീൻ ആക്കാതെ നെക്സ്റ്റ് ടൈം പിന്നെ ചെയ്യുമ്പം നിങ്ങളുടെ ഹെയർ നന്നായിട്ട് ചിലപ്പം സ്ട്രെയിറ്റ് ആയി കിട്ടണമെന്നില്ല. കാരണം ഇതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ്. പിന്നെ അതുപോലെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആണല്ലോ. അപ്പൊ ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പം അത്രയ്ക്കും സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഹെയർ അങ്ങനെ കിട്ടില്ല കേട്ടോ. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടില്ല ഹെയർ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടല്ലോ ഇതിന്റെ ഹീറ്റൊക്കെ ഇനി മാറി കഴിയുമ്പം ഞാനിതൊക്കെ നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ആക്കി വെക്കും കേട്ടോ. കാരണം അല്ലെ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നോക്കാതിരുന്നാല് ശ്രദ്ധിക്കാതിരുന്നാല് എന്തെങ്കിലും ഒരു പോറിലൊക്കെ മതി പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ഒക്കെ ആയാല് പെട്ടെന്ന് ഇത് പോകും. അപ്പൊ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സർഫേസ് അല്ലേ ഇത്, പെട്ടെന്ന് തന്നെ പോകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഹെയർ എപ്പോഴും അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുന്നത് അഴുക്കാട്ടോ. ഹെയറിന് അത്ര നല്ലതും അല്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പം എന്തായാലും ഡാമേജ് ആക്കും. ഞാൻ എപ്പോഴും തന്നെ അങ്ങനെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാറില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് എപ്പോൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്താലും നല്ലൊരു ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ അല്ലെങ്കിൽ മിസ്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഹെയർ സെറം അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നാൽ പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ വാങ്ങുക. ഈ റേറ്റിന് എന്തായാലും ഇത് വേർത്താണ്. നല്ല ഹെയർ സ്ട്രെയിറ്റ് ചെയ്താൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. രാവിലെ ചെയ്താൽ വൈകുന്നേരം വരെയൊക്കെ നിൽക്കും. അപ്പൊ ഹെയർ അങ്ങനെ അധികം ഡ്രൈ ആക്കത്തില്ല. അപ്പം ഇഷ്ടപ്പെട്ടാൽ വാങ്ങുക. എന്നാൽ പിന്നെ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ടാറ്റാ.